Good afternoon. Good afternoon, Miss. Good afternoon. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഓക്കെ സ്നേഹ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ലാസ്റ്റ് പേജിലെ നമ്പേഴ്സ് ഞാൻ മാർക്ക് ചെയ്തിരുന്നില്ല അല്ലെ, അത് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് എന്താണ് തുടക്കം തൊട്ടുള്ള നമ്പേഴ്സ് ഞാൻ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ആർക്കെങ്കിലും മിസ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ടെർമിനോളജിയുടെ ലാസ്റ്റ് പേജ് കേട്ടോ, ലാസ്റ്റ് പേജിൽ കുറച്ച് സിംബൽസ് ഒക്കെ ഉള്ള ഒരു പേജ് ആയിരുന്നു. 304 തൊട്ട് എത്രയായിരുന്നു 327 വരെയുള്ള പേജ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ല? കാണുന്നുണ്ട് മിസ്. കാണുന്നില്ല? പിന്നെന്താ സ്ക്രീൻ കാണുന്നില്ല എന്ന് പറഞ്ഞേ? അപ്പൊ നോക്കാം, അതില് നമ്പേഴ്സുകൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 304 ആണേ. 304 ഒന്ന് മാർക്ക് ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റത്തെ പേജ് ആണ് പറയുന്നത് കേട്ടോ. 304 മാർക്ക് ചെയ്ത് വെക്കാം. 304. പിന്നെ 315 315 ആൽഫ കേട്ടോ. ആൽഫയുടെ സിമ്പിൾ അത് 315. പിന്നെ 316 316 കേട്ടോ, ബീറ്റ മാർക്ക് ചെയ്ത് വെക്കണേ. പിന്നെ 324 324 ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിലുള്ളത് ചേഞ്ച് എന്നാണ് കേട്ടോ. ചേഞ്ച് അത് 324 മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. പിന്നെ 326 327 അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഫീമെയിലിന്റെയും മെയിലിന്റെയും സിമ്പിൾ ആണ് കേട്ടോ. 326 327. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമ്പേഴ്സ് പറയാണ് കേട്ടോ. ആ പേജിലെ മാത്രം നമ്പേഴ്സ് ആണ് പറയുന്നത്. 304 315 360 324 326 327. കിട്ടിയോ? എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ? കിട്ടി മിസ്. കിട്ടി. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ ടെർമിനോളജിയുടെ തുടക്കം തൊട്ടുള്ള നമ്പേഴ്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പറയാം. അങ്ങനെ വേണമെന്നുള്ളവർ പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. വേണം മിസ്. വേണം മിസ്. എല്ലാം മാർക്ക് ചെയ്തത് കറക്റ്റ് ആണോ നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാനതൊന്ന് ഓൾ മ്യൂട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ തുടക്കം തൊട്ട് എടുത്തോട്ടോ നിങ്ങള്. മെഡിക്കൽ ടെർമിനോളജിയുടെ തുടക്കമാണ് തൊട്ടേ നമുക്കൊന്നുകൂടെ നമ്പേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മെഡിക്കൽ ടെർമിനോളജിയിൽ കുറെ ടേംസുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് കേട്ടോ. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, കോമൺ റൂട്ട് വേർഡ്, അബ്രീവിയേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രിഫിക്സ് ആണ്. ഓക്കെ, ഇപ്പൊ പ്രിഫിക്സിന്റെ നമ്പേഴ്സ് ഒക്കെ ഒന്ന് പ്രിഫിക്സ് ആണ് കേട്ടോ പറയുന്നത്. അല്ലെ നമ്പേഴ്സ് 3. ഓക്കെ, 3 3 9. ഒരു മിനിറ്റ് കേട്ടോ, 6 മാർക്ക് ചെയ്യണം കേട്ടോ. 6 മാർക്ക് ചെയ്യണേ. 3 അതുപോലെ തന്നെ 6 ആറാമത്തെ അഡിനോ എന്ന് പറയുന്നത് കേട്ടോ. 6 then 9 ആൻജിയോ. 13 ആർത്തോ കേട്ടോ. 14 ഓട്ടോ. 17 ബ്ലാസ്റ്റോ. 18 ബ്ലിഫാറോ. ഇത്രയാണ് അത് മാർക്ക് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പൊ വരാവേ.
ഓക്കെ, ആ പേജസിനകത്ത് കിട്ടിയല്ലോ. 3, 6, 9, 13, 14, 17, 18. ഓക്കെ, നെക്സ്റ്റ് പേജ് കേട്ടോ. നെക്സ്റ്റ് പേജിനകത്ത് വരുന്നത് 28, 31, 32, 34, 39, 41. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് കേട്ടോ. അടുത്ത പേജില് 47, 48, 49, 50, 52, 53, 56, 57, 58, 65. Then next page here 67, 70, 73, 79, 80, 84, 89. Next page 92, 98, 104, 104 കേട്ടോ, 104, 105, 106. പിന്നെ ഒരെണ്ണോടെ മാർക്ക് ചെയ്യണം കേട്ടോ. 114 മാർക്ക് ചെയ്യണേ. 114 പറഞ്ഞിരുന്നില്ല തോന്നുന്നു. 114 കേട്ടോ, 114 മാർക്ക് ചെയ്യണം കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് പേജില് 117, 122. ഉണ്ട് ശ്രീലക്ഷ്മി, 117 പറഞ്ഞു കേട്ടോ. 117, 122, 125. ഇത്രയേ ഉള്ളൂ കേട്ടോ, 125. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ പ്രിഫിക്സിൽ മാർക്ക് ചെയ്തത് കേട്ടോ. പ്രിഫിക്സിൽ അത്രയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. എല്ലാവർക്കും ഓക്കെ ആണോ? കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ദെൻ നമ്മൾ പിന്നെ പറഞ്ഞത് കോമൺ സഫിക്സസ് ആണ്. ഓക്കെ, സഫിക്സസിലെ നമ്പേഴ്സ് ഒക്കെ ഒന്നോട് പറയാണ്. 1 സഫിക്സ് ആണ് കേട്ടോ. 1, 4, 6, 8. നെക്സ്റ്റ് പേജില് 10, 11, 12, 15, 23, 24, 25, 27. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജില് 32, 33, 36. ഓക്കെ, ഇത്രയാണ് എനിക്ക് വന്നത് കേട്ടോ. 26 പറഞ്ഞിട്ടില്ല കേട്ടോ. 26 പറഞ്ഞിട്ടില്ല. 27 ആണ് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയായിരുന്നു കോമൺ സഫിക്സസ്? 1, 4, 6, 8, 10, 11, 12, 15, 23, 24, 25, 27, 32, 33 and 36. ഓക്കെ, നെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് കോമൺ റൂട്ട് വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്.
കോമൺ റൂട്ട് വേർഡ്സിനകത്ത് പറഞ്ഞ നമ്പേഴ്സ് 5, 7, 8, 9, 10. നെക്സ്റ്റ് പേജില് നമ്മൾ മാർക്ക് ചെയ്തിരുന്നില്ല എന്ന് തോന്നുന്നു. 11 മാർക്ക് ചെയ്യണം കേട്ടോ. 11 മാർക്ക് ചെയ്യണേ. 11, 15, 17, 19, 23, 27. Eleven, 15, 17, 19, 23, 27. കോമൺ റൂട്ട് വേർഡ്സ് ആണ് പറയുന്നത് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് പേജില് കോമൺ റൂട്ട് വേർഡ്സിനകത്ത് നെക്സ്റ്റ് പേജില് 32, 34, 44, 46, 47, 52. Okay, 32, 34, 44, 46, 47, 52. നെക്സ്റ്റ് പേജില് 53 ഞാൻ മാർക്ക് ചെയ്തിരുന്നു. 53, 54, 57, 61, 67, 68. Okay, ആ പേജസില് 53, 54, 57, 61, 67, 68. ഉണ്ട് കേട്ടോ. 52 ഉണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇടയ്ക്ക് കയറിയിട്ട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലോ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് പേജ് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് അവസാനിക്കുന്ന പേജില് 71, 75, 76. 71, 75, 76. ഇത്രയാണ് കോമൺ റൂട്ട് വേർഡ്സ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 1 തൊട്ട് 327 വരെ അബ്രീവിയേഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് തവണ പറയാൻ ബുദ്ധിമുട്ടാണ്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് പെട്ടെന്ന് നോക്കുക. നമ്മളൊരു പേജ് കഴിയുമ്പോൾ അത് ആ നമ്പർ ഈ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലോ പോകും കേട്ടോ, അത് തെറ്റിപ്പോകും. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അബ്രീവിയേഷൻസിന്റെ തുടങ്ങാണ് കേട്ടോ. 5, 7. ആ പേജില് 5ഉം 7ഉം. നെക്സ്റ്റ് പേജില് 12, 16, 25, 27. ഓക്കെ, 12, 16, 25, 27. നെക്സ്റ്റ് പേജ് കേട്ടോ. അടുത്ത പേജില് 30, 34, 37, 41, 42, 43, 52. ഇതൊക്കെയായിരുന്നു 30, 34, 37, 41, 42, 43, 52. നെക്സ്റ്റ് പേജില് 55, 56, 57, 59, 65, 72, 74. അതിനകത്ത് നിങ്ങളെ 65 മാർക്ക് ചെയ്തിട്ടുണ്ട്. 67ഉം കൂടെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. 67ഉം കൂടെ മാർക്ക് ചെയ്യണേ. ഒന്നുകൂടെ പറയാം. 55, 56, 57, 59,
65, 67 B and C, dilation and Curie reaction. 72, 74. Okay. Next page, 75, 76, 79, 80, 84, 89, 92, 96. കിട്ടിയില്ലേ? 75, 76, 79, 80, 84, 89, 92, 96. നെക്സ്റ്റ് പേജില് 98, 100, 104, 104 കേട്ടോ, 104, 105, 109, 110, 110, 113, 113, 117, 117. കിട്ടിയില്ലേ? 98, 100, 104, 105, 109, 110, 113, 117. നെക്സ്റ്റ് പേജില് 122, 123, 124, 127, 129, 130, 135, പിന്നെ ഒരു കാര്യം കേട്ടോ, 135 കഴിഞ്ഞിട്ട് 136 മാർക്ക് ചെയ്തോ കേട്ടോ. 136, 138 അത് മാർക്ക് ചെയ്തോളൂ. 138. പിന്നെ 141, 142. അന്ന് പറയാത്ത രണ്ടെണ്ണം എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള്. അതുകൊണ്ട് പറയാണ് 122, 123, 124, 127, 129, 130, 135, 136, 138, 141, 142. നെക്സ്റ്റ് പേജില് 147, 147, 150 മാർക്ക് ചെയ്തോ കേട്ടോ. KCl അന്ന് മാർക്ക് ചെയ്തിരുന്നില്ല. 150 മാർക്ക് ചെയ്തോളൂ. KCl പൊട്ടാസ്യം ക്ലോറൈഡ് കേട്ടോ, അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ 152 KUB, 153 KVO. പിന്നെ 154 മാർക്ക് ചെയ്തോ കേട്ടോ. 154 ഒന്ന് മാർക്ക് ചെയ്തോ. ഒന്ന് മാർക്ക് ചെയ്തിരുന്നില്ല. ലിറ്റർ കേട്ടോ, അത് മാർക്ക് ചെയ്തോ. 154. പിന്നെ 161, അതുപോലെ 162 മാർക്ക് ചെയ്തോളൂ. 162 അന്ന് പറഞ്ഞിരുന്നില്ല. 162. പിന്നെ 164 LPA അത്രയും. ഒന്നുകൂടെ പറയാണ് 147, 150, 152, 153, 154, 161, 162, 164. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്യേണ്ടത് 173, 174, 175, 179, 184, 187, 188. ഒന്നുകൂടെ പറയാം. 173, 174, 175, 179, 184, 187, 188.
നെക്സ്റ്റ് പേജില് 192, 193, 196, 198, 207, 207, 207, 210, 210. നെക്സ്റ്റ് പേജില് 212, 212 കേട്ടോ. 212, പിന്നെ 214, 214, പിന്നെ 216, 224, 227. ഓക്കെ. നെക്സ്റ്റ് പേജില് 240, 240, 240. 241 അന്ന് മാർക്ക് ചെയ്തിരുന്നില്ല, സോ അത് മാർക്ക് ചെയ്യാം കേട്ടോ. 241, 242, 245, 253, 255. ഒന്നുകൂടെ പറയാം. 240, 241, 242, 245, 253, 255. നെക്സ്റ്റ് പേജില് 259, 261, 264, 267, 268, 273, 274, 275. നെക്സ്റ്റ് പേജില് 281, 282, 283, 294, 299, 301, 301, 303. പിന്നെ ഫൈനൽ പേജില് നമ്മൾ മാർക്ക് ചെയ്തത് 304, 315, 316, 324, 326, 327. ഇത്രയും നമ്പേഴ്സ് ആണ് കേട്ടോ. ഓക്കെ. ഇനി മിസ്സായ ആളുകള് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നമ്പേഴ്സ് എഴുതി എടുത്താൽ മതി. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. അപ്പൊ നമുക്ക് അതുകൊണ്ട് ചെറിയൊരു റിവിഷൻ പോലെ നമുക്ക് നടത്താം. ഓക്കെ. എക്സാം ആയിരിക്കും കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് നിങ്ങളുടെ അടുത്ത് ഇന്റിമേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മള് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സുകൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. വരാവേ. ഞാന് മൊഡ്യൂള് 1-നകത്ത് നിങ്ങൾക്ക് എടുത്ത ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയായിരുന്നു? ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ മൊഡ്യൂള് 1-നകത്ത് നിങ്ങൾക്ക് എടുത്തത്. ഓക്കെ. പിന്നെ മൊഡ്യൂള് 2-നകത്ത് ബ്ലഡ് ബാങ്ക് എടുത്തു, ഫാർമസി, അതുപോലെ തന്നെ ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, മെഡിക്കൽ ടെർമിനോളജി. ഇത്രയുമാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ്. ഓക്കെ. അപ്പൊ നമ്മള് തുടക്കം നമ്മളെ മൊഡ്യൂള് 1-നകത്ത് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഞാൻ ആ ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇതിന്റെ കാണുന്നുണ്ടല്ലോ, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ.
പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ. നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചിരുന്നു അല്ലെ. സൈസ്, ലെവൽ ഓഫ് കെയർ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. അതാണ് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് അല്ലെ. പിന്നെ ബെഡുകളുടെ എണ്ണത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ്, ലാർജ് ഹോസ്പിറ്റൽ. സ്മോൾ സൈസിന്റെ ബെഡിന്റെ എണ്ണം എത്രയാണ്? 30 or less beds ആണല്ലോ. ഓക്കെ, മിഡ് സൈസിന്റെ എത്രയാ പറഞ്ഞേ? 30 to 100. ലാർജ് സൈസിന്റെ എന്താ പറഞ്ഞ? ലാർജ് ഹോസ്പിറ്റൽസിന്റെ more than 100. അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് 3ആയിട്ട്: പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ. ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ എക്സാമ്പിളുകളാണ് കേട്ടോ. പ്രൈമറി കെയറിൽ നമ്മൾ എന്താ എക്സാമ്പിൾ പഠിച്ചത്? പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. സെക്കൻഡറി കെയറിന് ഏത് എക്സാമ്പിൾ പഠിച്ചത് നമ്മള്? ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാ? CHC, ഡിവിഷണൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് അല്ലെ. ടെർഷ്യറി കെയറിന്റെ എക്സാമ്പിൾ ഏതാ നമ്മൾ പറഞ്ഞത്? മെഡിക്കൽ കോളേജ് അല്ലെ, മെഡിക്കൽ കോളേജ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതൊക്കെയാണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഉണ്ട്, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് അവിടെ പറഞ്ഞിരുന്നു. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ്, ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഇസ് ഡിഫറെന്റ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റൽ അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ റിസോഴ്സസുകളും ഓർഗനൈസേഷനും ഒക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത്. പിന്നെ ഓണർഷിപ്പിന് നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പബ്ലിക് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. പബ്ലിക്കിൽ തന്നെ 4 വിഭാഗം അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, എക്സാമ്പിൾ ഏതൊക്കെയാണ്? എയിംസ്, അതുപോലെ തന്നെ PGIs അല്ലെ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഏത് എക്സാമ്പിൾ പറഞ്ഞ നമ്മള്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അതുപോലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭരണത്തിലുള്ള മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഏതാണത്? മുനിസിപ്പൽ ഹോസ്പിറ്റലുകളാണ് കേട്ടോ. അതുപോലെ PSU ഹോസ്പിറ്റൽ. പിന്നെ പ്രൈവറ്റ് അറിയാലോ, ഫോർ പ്രോഫിറ്റ് ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഉണ്ട്, പിന്നെ എന്താണ് ഇൻഡിവിജ്വൽ പാർട്ണർഷിപ്പ് ഉണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തുകൊണ്ട് അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. ലെങ്ത് ഓഫ് സ്റ്റേനെ ബേസ് ചെയ്തിട്ട് 2 ക്ലാസിഫിക്കേഷൻ, ഷോർട്ട് സ്റ്റേ ഉണ്ട്, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. ഷോർട്ട് സ്റ്റേ എന്ന് പറയുന്ന ഡേയ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. 1 or 2 days up to 20 days ആണ്. ലോങ് സ്റ്റേ എന്ന് പറയുമ്പോൾ മന്ത്സ് ആൻഡ് ഇയേഴ്സ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് അബ്രീവിയേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ dash beds are recognized as a large hospital. Options: 30, B40, C100, D60. Answer is 100. Okay, correct. அடுத்தது, next question. Which level of care is most likely to include major surgeries and specialized treatments? ഒന്നുകൂടെ വായിക്കാം ക്വസ്റ്റ്യൻ. Which level of care is most likely to include major surgeries and specialized treatments? Options: primary care, secondary care, tertiary care, coronary care. ഏതാണ് ആൻസർ? tertiary care. ഓക്കെ, എളുപ്പമല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Which of the following is not typically considered as a long stay hospital? താഴെ പറയുന്നവയിൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻസ്: റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ, ബി മെന്റൽ ഹോസ്പിറ്റൽ, സി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആൻഡ് ഡി ജനറൽ ഹോസ്പിറ്റൽ. which one was the answer? ഏതാണ് ആൻസർ? ജനറൽ. കാര്യം എന്താണ്? ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ അതാണ് നോട്ട് ടിപ്പിക്കലി കൺസിഡേർഡ് ആസ് എ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ കേട്ടോ. ഓക്കെ, കിട്ടുന്നുണ്ട്. അടുത്തത് നോക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കാം. What does the term length of stay refer to in a hospital setting? What does the term length of stay refer to in a hospital setting? Options കേൾക്കാം. First option: the total number of beds available in the hospital. Second option:
the number of days a patient spends in the hospital from the admission to discharge. Option C, the distance as patient travels to reach the hospital. Option D, the average number of visitors a patient receives per day. ഏതാണ് ആൻസർ? എന്താണ് അമിത? അതെ അതെ അതെ, ഫുൾ ഓപ്ഷൻസ് ആയിട്ടാണ് തരുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ഉത്തരം? ഓപ്ഷൻ തെറ്റിപ്പോയല്ലോ ശ്രീലക്ഷ്മി. ഏതാണ് വരിക? വിസ്മയ പറഞ്ഞതാണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. The number of days, അല്ലെ, number of days a patient spends in the hospital from admission to discharge. കിസാനെ തെറ്റിപ്പോയിട്ടാ. എന്താ ചോദ്യം? What is the term length of stay? Refer to hospital setting. ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗില് ലെങ്ത് ഓഫ് സ്റ്റേ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഡേയ്സ്, അല്ലെ, നമ്പർ ഓഫ് ഡേയ്സ് എ പേഷ്യന്റ് സ്പെൻഡ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രം റഷിദ അഡ്മിഷൻ ടു ഡിസ്ചാർജ് കേട്ടോ. ബാക്കിയുള്ളത് തെറ്റായിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിപ്പോ ഞാൻ വായിക്കുന്ന അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കേട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്ക് വന്നതായിരിക്കും. വായിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, മതി. പിന്നെന്താണ്? Size of the hospitals is usually measured by the number of dash beds. Option A, outpatient. Option B, inpatient. Option C, both A and B. And option D, none of the. Answer correct. Inpatient. Okay, Malavika Neetu, Rajesh Anjali correct. Srilakshmi, Rashida correct. Manu correct. Next, which of the following is an example of the secondary care hospital? Which of the following is an example of secondary care hospital? അപ്പൊ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ട് ചിന്തിക്കുന്നു കേട്ടോ. ഓപ്ഷൻസ് കേട്ടോ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, നൺ ഓഫ് ദി എബോ. ഏതാണ് കറക്റ്റ് ആൻസർ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. സെക്കൻഡറി കെയർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ്. Majority of the hospitals in India are dash hospital. Majority of the hospitals in India are dash hospital. Option small, B mid-sized, C large, D none of the above. Idan answer. Small hospital ആണ് കേട്ടോ. ഓക്കെ, ആ സെന്റൻസ് തന്നെ കറക്റ്റ് ആണ് പറയുന്നത് അല്ലെ. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ആർ ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ഓഫ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് പറയാം. ജെറിയാട്രിക് കെയർ സെന്റർ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, PHC, CHC. ഏതാണ്? വിച്ച് വൺ ഈസ് എ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ? ഏതാണ്? എ ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ജെറിയാട്രിക് കെയർ സെന്റർ. അടുത്തത് NGO. NGO stands for. എന്താണ് NGO? ഓപ്ഷൻ എ നാഷണൽ ജോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ. Option B, National Government Organization. Option C, Non-Governmental Organization. And option D, none of this. Idan answer, Non-Governmental Organization. Okay, correct. Turn it down. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ആയിട്ടുണ്ടാവും വിചാരിക്കും കേട്ടോ. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് അതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ച ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ്. ഏതായിരുന്നു? ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ അല്ലെ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ ആ ചാപ്റ്റർ ഒന്ന് എടുക്കാം കേട്ടോ. ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അത് പഠിക്കാതിരിക്കരുത് കേട്ടോ. അപ്പോ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഡൗട്ട് ഒക്കെ ഇനി നമുക്ക് ആ PDF നോക്കാം കേട്ടോ. Dash is a physician who is not specialized in one particular area of medicine. Option A, specialist doctor. Option B, general practitioner. Option C, both the A and B. And option D, none of the above. ചോദ്യം ശ്രദ്ധിച്ചോ? Dash is a physician who is not specialized in one particular area of medicine. ഏതാണ് ആൻസർ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ജനറൽ പ്രാക്ടീഷണർ ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഫിസിഷ്യനെ പറയുന്ന മറ്റൊരു പേര് ജനറൽ പ്രാക്ടീഷണർ, GP എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം അല്ലെ. അതുപോലെ തന്നെ the specialities of branch of medicine focusing on gynecology is options obstetrics, B gynecology, C infertility, and D all of the above. ചോദ്യം ശ്രദ്ധിച്ചോ? The specialities of branch of medicine focusing on gynecology. ഗൈനക്കോളജി ഫോക്കസ് ചെയ്ത് വരുന്ന ബ്രാഞ്ചുകള്, ഏരിയകള് ഏതൊക്കെയാ? കറക്റ്റ്, ഓൾ ഓഫ് ദി എബോവ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. നമ്മൾ അതിനകത്ത് പഠിച്ചത് നോക്കിക്കേ, സ്ക്രീനിൽ നോക്കിയേ, ഗൈനക്കോളജിയിൽ വരുന്ന സ്പെഷ്യൽ ബ്രാഞ്ചസ് ഏതൊക്കെയാ? ഗൈനക്കോളജി, ഒബ്സ്ട്രക്റ്റിക്സ്, ഇൻഫെർട്ടിലിറ്റി. അത് തന്നെയല്ലേ ചോദ്യം വന്നത്? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ കേട്ടോ. അടുത്ത ശ്രദ്ധിക്കാം, സർജിക്കൽ സ്പെഷ്യാലിറ്റി മെഡിസിൻ. സർജിക്കൽ സ്പെഷ്യാലിറ്റി മെഡിസിൻ that focuses on surgical repair of a defect of form or function of any human body is dash. Option A, orthopedics. Option B, plastic surgery. Option C, physiotherapy. Option D, none of the above. ഏതാണ് ആൻസർ പറഞ്ഞേ? സർജിക്കൽ റിപ്പയർ ഓഫ് ഡിഫക്റ്റ് ഓഫ് ഫോം ഓർ ഫങ്ഷൻ. ഏതാണ് ഓപ്ഷൻ? ഒന്നും കൂടെ കേൾക്കുക. ഓർത്തോപീഡിക്സ്, പ്ലാസ്റ്റിക് സർജറി, ഫിസിയോതെറാപ്പി, നൺ ഓഫ് ദി അബോവ്. ഇത് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് പ്ലാസ്റ്റിക് സർജറി. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് does not come under supportive department in a hospital? അപ്പൊ നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അതിനല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോ അതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ? ഓപ്ഷൻസ് ശ്രദ്ധിച്ച് കേൾക്കാം. ഹൗസ് കീപ്പിംഗ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ റെക്കോർഡ്സ്, ഫിനാൻസ്. ഏതാണ് വരിക? ഈ പറഞ്ഞതിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടാത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാര്യം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മള് ചാപ്റ്റർ വൈസ് പഠിച്ചത് നമുക്കറിയാം ഫിനാൻസ് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡിംഗ് ദ ഇൻപേഷ്യന്റ് സർവീസസ്? എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡിംഗ് ദ ഇൻപേഷ്യന്റ് സർവീസസ്. അപ്പൊ തുടക്കം നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് ഇൻപേഷ്യന്റ് സർവീസസ് എന്നും ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു കോളം നമ്മൾ പഠിച്ചിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ലേബർ റൂം, പേഷ്യന്റ് വാർഡ്സ്, കാഷ്വാലിറ്റി. ഈ പറയുന്ന ഏതാണ് ഇൻപേഷ്യന്റ് സർവീസസിനകത്ത് ഉൾപ്പെടാത്തത്? ഏതാണ്? ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ്? കാഷ്വാലിറ്റി. General anesthesia is provided through dash. Option A, mask. B, cannula. C, both A and B. D, neither A nor B. ഏതാണ് ആൻസർ വരിക? വിസ്മയ കറക്റ്റ് ആണ്. അഞ്ജലി തെറ്റിപ്പോയി. നമ്മൾ പഠിക്കുന്നത് എന്താ? ജനറൽ അനസ്തേഷ്യ നമുക്ക് മാസ്കുകളിലൂടെയും കൊടുക്കാം, എന്തിലൂടെയും കൊടുക്കാം? കാനുലയിലൂടെയും കൊടുക്കാം. അതിനെ നമ്മൾ പഠിച്ചത്. നോക്കിക്കേ നിങ്ങള്. General anesthesia is a medicine that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula. രണ്ടും വഴിയായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? അനസ്തേഷ്യ കൊടുക്കാം. അപ്പൊ ഓപ്ഷൻ ഏതാ കറക്റ്റ്? സി ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ്.
അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. The department specially for wider range of illness of elderly people is option A general medicine, option B geriatrics, option C pediatrics, option D hepatology. ഇതാണ് geriatrics. Okay, correct ആണ് ട്ടോ. The department that deals with the problems of blood and its components is option A neurology, B hematology, C geriatrics, D all of the above. ഏതാണ് ആൻസർ? കറക്റ്റ് ആണ് ധനഞ്ജയ്. ഹെമറ്റോളജി ആണ് കേട്ടോ. ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള പഠനം. അടുത്തത് components of neurological examination does not include dash. Components of neurological examination does not include dash. Options: motor strength, B sensation reflexes, C medical imaging, and D cognitive function. നമ്മൾ ന്യൂറോളജിയിൽ പറഞ്ഞിരുന്നു ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അതിൽ പെടാത്തത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മെഡിക്കൽ ഇമേജിംഗ് ഒഴിച്ച് ബാക്കി മോട്ടോർ സ്ട്രെങ്ത് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. സെൻസേഷൻ റിഫ്ലെക്സ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ തീയിൽ തൊടുമ്പോ പെട്ടെന്ന് പിൻവലിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് വെളിച്ചടിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണുകൾ ചിന്നുന്നത് അല്ലെ, അതൊക്കെ എന്താണ് ഈ പറയുന്ന ന്യൂറോളജിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഒക്കെ എക്സാം ആണ്. ഓക്കെ, വരാത്തത് ഉത്തരം നിങ്ങളുടെ കറക്റ്റ് ആണ്, മെഡിക്കൽ ഇമേജിംഗ് ആണ് കേട്ടോ. അടുത്ത നോക്കിയേ, which of the following is not included in dermatology department? Option A venereal disease, option B cosmetic problems, option C skin disorders, and option D tear duct problem. ഏതാണ് ഇതിനകത്ത് വരാത്തത്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ് ഇതിനകത്ത് ആൻസർ വരിക? ഓക്കെ, കറക്റ്റ് ആണ്. ഡി അല്ല കേട്ടോ, ഡി ആണ് ഓപ്ഷൻ വരിക. ടിയർ ഡക്റ്റ് ആണ്, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അത് ഇതിനകത്ത് ഡെർമറ്റോളജിയിലാണോ വരുന്നത്? അല്ല. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെർമറ്റോളജിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? വെനേറിയൽ ഡിസീസ് വരുന്നുണ്ട്, കോസ്മെറ്റിക് പ്രോബ്ലംസ്, സ്കിൻ സംബന്ധമായിട്ടുള്ള കോസ്മെറ്റിക് പ്രോബ്ലംസ്, സ്കിൻ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. Which of the following is not a name for emergency department? Which of the following is not a name for the emergency department? Option A accident and emergency department, option B casualty department, option C critical care unit, option D A&E department. ഏതാണ്? സി ആണ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇതിന്റെ പേരാണ്, ഐസിയുവിന്റെ പേരാണ് അല്ലെ. ഐസിയുവിനെ പറയുന്ന മറ്റൊരു പേരാണ്. ബാക്കിയെല്ലാം എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Dash is the specialty department that focuses on diagnosis and treatment of kidney. Option A neurology, option B nephrology, option C obstetrics, and option D none of the above. Which one answer? Okay, nephrology. Correct ആണ്. Laboratory and radiology comes under dash. Option A general, option B diagnostics, option C informative, option D therapeutic. Laboratory and radiology എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏതാണ്? ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഡയഗ്നോസ്റ്റിക് ആണ് കേട്ടോ, എ അല്ല, ഡയഗ്നോസ്റ്റിക് ആണ്. Which expanded form of CSST? CSST യുടെ expanded form ആണ്. Option A Central Sterile Supply Department. ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്ക്. ഓപ്ഷൻ എ കൺട്രോൾ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓപ്ഷൻ എ ഞാൻ മാറ്റി പറഞ്ഞു, കൺട്രോൾ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓപ്ഷൻ ബി സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്.
ഓപ്ഷൻ സി സെൻട്രൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ഡി കൺട്രോൾ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. Endocrine system includes. Endocrine system includes. Option A, pineal. Option B, hypothalamus. Option C, both A and B. Option D, neither A nor B. എന്താണ് ആൻസർ വരിക? ഈ പറയുന്നതിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ് അല്ലെ ഓപ്ഷൻ സിയിൽ വന്നത്. പീനിയലും ഹൈപ്പോതലാമസും ഇതൊക്കെ ഇതിൽ വരുന്നതാ എൻഡോക്രൈൻ സിസ്റ്റം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓർഗൻസുകൾ ഏതൊക്കെയാണ് ചിലതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ENT surgeon. ENT surgeon is known as dash. Option A, dentist. Option B, otolaryngologist. Option C, ophthalmologist. Option D, none of the above. ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി കറക്റ്റ് ആണ്, ഓട്ടോലാരിംഗോളജിസ്റ്റ്. നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല. നമ്മൾ ENT സർജൻ, ENT സ്പെഷ്യലിസ്റ്റ് എന്നാ പറയാറുള്ളൂ അല്ലെ. അദ്ദേഹത്തിന്റെ മറ്റൊരു ഇതെന്താണ്? ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്നാണ് കേട്ടോ. ART is expanded as dash. ART. Option A, assisted research technology. Option B, assisted reproductive technique. Option C, assisted research technique. Option D, none of the above. ഏതാണ് ആൻസർ? ART ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഉത്തരം ബി ആണ്. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്നാണ് കേട്ടോ. Surgical aspects of cancer, including biopsy and surgical resection of tumors, is included in dash. Medical oncology, surgical oncology, radiation oncology, none of the above. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി അല്ലെ, സർജിക്കൽ ഓങ്കോളജി. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ നോക്കുക, മെഡിക്കൽ ഓങ്കോളജി എന്താണ്, സർജിക്കൽ ഓങ്കോളജി എന്താണ്, റേഡിയേഷൻ ഓങ്കോളജി എന്താണെന്നൊക്കെ നോക്കണം കേട്ടോ. Dash is the severe pain in chest, often spreading to shoulders, arms and neck due to the inadequate supply of blood to heart. Option A, CAT. Option B, congenital defects. Option C, angina. Option D, none of the above. ഏതാണ് ആൻസർ? Dash is the severe chest pain, often spreading to shoulders, arms and neck due to inadequate supply of blood to heart. Option A, CAT. Option B, congenital defect. Option C, angina. And option D, none of the above. ഏതാണ് ആൻസർ? കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ആൻജിന പെക്ടോറിസ് അല്ലെ. ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്റെ ഒഴുക്ക് കുറയുന്നത് മൂലം നമ്മളുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന വേദന, ആ വേദന റേഡിയേറ്റ് ചെയ്ത് എവിടേക്ക് പോകും? നമ്മുടെ ഷോൾഡർ, നമ്മുടെ ആംസ്, അതുപോലെ നമ്മുടെ നെക്കിന്റെ ഭാഗത്തേക്കൊക്കെ വരും അല്ലെ. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻജിന, ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. ഓക്കെ. Dentist usually use dash type of anesthesia. Dentist usually use dash anesthesia. Option A, regional anesthesia. Option B, local anesthesia. Option C, general anesthesia. Option D, all of the above. Which one? Local anesthesia. Correct ആണ് കേട്ടോ. അപ്പൊ സിസേറിയൻ സെക്ഷൻ ഏതാ ഉപയോഗിക്കുന്നത്? സിസേറിയൻ സെക്ഷൻ ഉപയോഗിക്കുന്ന റീജിയണൽ അനസ്തേഷ്യ കേട്ടോ. ഓക്കെ, മറന്നു പോകരുത്. അടുത്തത് ഒന്ന് ചിന്തിച്ച് ആൻസർ പറയണം കേട്ടോ. ഓഡ് വൺ ഔട്ട് കേട്ടോ. ഓഡ് വൺ ഔട്ട് താഴെ പറയുന്നത് ഒറ്റയാനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓപ്ഷൻ എ നോക്കുക, അൺവാണ്ടഡ് ഹെയർ. ഓപ്ഷൻ ബി, പിഗ്മെന്റേഷൻ.
ഓപ്ഷൻ സി സ്നോറി, ഓപ്ഷൻ ഡി വിറ്റിലിഗോ. ഇതിനകത്ത് ഒരാൾ ഓട് കണ്ടാണ്. ആരാണ് അത്? ഒന്ന് പറഞ്ഞേ. ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കാം. അൺവാണ്ടഡ് ഹെയർ, ഓപ്ഷൻ ഡി പിഗ്മെന്റേഷൻ, ഓപ്ഷൻ സി സ്നോറിംഗ്, ഓപ്ഷൻ ഡി വിറ്റിലിഗോ. വിറ്റിലിഗോ ഏതാണ്? നിങ്ങള് ഭയങ്കര മിടുക്കരാണല്ലോ. സി ആണ് കേട്ടാ കറക്റ്റ്. ആരുടെ പറഞ്ഞത്? എ അല്ല ആൻസർ. സ്നോറിംഗ് ആണ് കേട്ടോ. കാര്യം എന്താ? കൂർക്കം വന്നില്ലേ? സ്നോറിംഗ് ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? EFT വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതേസമയം അൺവാണ്ടഡ് ഹെയർ, പിഗ്മെന്റേഷൻ, വിറ്റിലിഗോ വെള്ളപ്പാണ്ട് ഇതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചികിത്സിക്കുന്നത്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റില് അല്ലെ. അപ്പൊ അതിന് ഓട് കണ്ണായിട്ടിരിക്കുന്ന ആളാരാണ്? സ്നോറിംഗ് ആണ്. അയാള് EFT ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. ഓക്കെ. Dash deals with the super speciality with the diagnosis of patients suffering from disorders of the liver. Option A, gastroenterology. Option B, hepatology. Option C, geriatrics. Option D, none of the above. Answer ഏതാ? Option B ആണ് അല്ലെ. ഏതാണ്? hepatology. Okay. The department that deals with providing food to patients, staff and visitors of the hospital. Option A, housekeeping department. Option B, CSST. Option C, dietary department. And option D, none of the above. That's answer. Dietary department. Easy ആണ്, പെട്ടെന്ന് അറിയാം അല്ലേ? Okay. Organs under the domain of urology. Organs under the domain of urology. Option A, kidney. Option B, adrenal glands. Option C, urinary bladder. Option D, all of the above. ഏതാണ് ആൻസർ? Organs under the domain of urology. Urology വിഭാഗത്തിൽ വരുന്ന ആരൊക്കെയാണ്? ഓപ്ഷൻ എ കിഡ്നി, ഓപ്ഷൻ ബി adrenal gland, ഓപ്ഷൻ സി urinary bladder, ഓപ്ഷൻ ഡി all of the above. ഏതാണ് ആൻസർ? all of the above ആണ് കേട്ടോ. യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ പറയുന്ന എല്ലാതും അതിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ. Dash perform neurological surgeries. Option A, neurologist. Option B, neurosurgeon. Option C, nephrologist. Option D, none of the above. ഏതാണ് ആൻസർ വരിക? Dash perform neurological surgery. ആരാണ്? ന്യൂറോ സർജൻ ആണ് അല്ലെ. ന്യൂറോളജിസ്റ്റുകളാണോ ചെയ്യുന്നത്? അല്ല. ന്യൂറോ സർജൻ പ്രത്യേക വിഭാഗമുണ്ട്. അവരാണ് ന്യൂറോളജി സംബന്ധമായിട്ട് സർജറികളും മറ്റും ചെയ്യുന്നത് കേട്ടോ. Gastroenterology is the department for the diseases that affect dash. എന്നാണ് പറയാം. Gastroenterology is the department for the disease that affect dash. Option A, stomach. Option B, esophagus. Option C, pancreas. Option D, all of the above. ഏതാണ് ആൻസർ വരിക? Gastroenterology is the department for the diseases that affect dash. Option A is stomach, B esophagus, C pancreas, D all of the above. ഏതാ ആൻസർ വരിക? all of the above ആണ് ആൻസർ വരിക. Gastroenterology വരുന്ന കുറച്ച് ഓർഗൻസുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതിനകത്ത് സ്റ്റൊമക്ക് വരുന്നുണ്ട്, ഈസോഫാഗസ് വരുന്നുണ്ട്, പാൻക്രിയാസും വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അവിടെ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അതിൽ വരുന്ന ചില ഓർഗൻസുകൾ ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞില്ലേ.
അതെന്താ ആ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം ഏതാന്ന് ചോദിക്കാൻ ആ വിഭാഗത്തിൽ വരുന്ന ഓർഗൻസ് ഏതെന്ന് തന്നെ വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ നിങ്ങൾ എല്ലാത്തിനും കറക്റ്റ് ആൻസർ ആണ് പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ റിവിഷൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയും മെഡിക്കൽ ടെർമിനോളജിക്ക് അടുത്ത നമ്പേഴ്സ് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർ റെക്കോർഡ് ക്ലാസ് കാണും. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് നമ്പേഴ്സ് എഴുതി ഇങ്ങനെ പിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു.